ഇപ്പോഴ് അലാം മുഴങ്ങിയപ്പോൾ നമ്മൾ പ്രഭാഷണം ആരംഭിക്കാൻ തുടങ്ങുന്നു. അതുപോലെ വീട്ടിൽ രാവിലെ ഉറക്കമെഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ട് 4 മണിക്ക് ഉറക്കമെഴുന്നേൽക്കണം എന്ന് പറഞ്ഞ് അലാറം വെച്ചിട്ട് കിടന്നാൽ അലാറം മുഴങ്ങിക്കൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം മുഴങ്ങി, അടിച്ചു, നിന്നു. രണ്ടാമത്തെ പ്രാവശ്യം അടി തുടരുന്നു. എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പുതപ്പിനടിയിൽ കണ്ണുമടച്ച് കിടക്കുകയാണ്, കണ്ണ് തുറക്കുന്നില്ല. രണ്ടാമത്തേത് അടി തീർന്ന് 3-ാമത്തെ പ്രാവശ്യവും അടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കണ്ണടച്ച് തന്നെ കിടക്കുന്നു, ഉണരുന്നില്ല. അവസാനം അടി നിർത്തി ഇയാൾ വീണ്ടും പുതപ്പ് വലിച്ച് മൂടി വീണ്ടും സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അതുപോലെയുള്ള അവസ്ഥയാണോ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്ന് നിങ്ങൾ ഓരോരുത്തരും വിചാരം ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഈ കിട്ടിയിരിക്കുന്ന മനുഷ്യ ജന്മം ഏത് നിമിഷവും തകർന്നു പോകാം. കഴിഞ്ഞ ദിവസം റഷ്യയിലെ ഒരു വിമാനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഏതാണ്ട് 43 യാത്രക്കാരും 5 വിമാന ജോലിക്കാരും, കുട്ടികളും 2 വിമാന ജോലിക്കാരും ഉൾപ്പെടെ ഏതാണ്ട് 50ഓളം പേർ തീർന്നു, തീ പിടിച്ച് മരിച്ചു, തകർന്നു വീണു. അതുപോലെ എന്തുകൊണ്ടാണ്? അവരുടെ സമയം അവസാനിച്ചു. എല്ലാവരുടെയും സമയം അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും എല്ലാവരുടെയും സമയം അവസാനിച്ചു. അങ്ങനെ അവസാനിച്ചവരെയാണ് പ്രകൃതി ആ വിമാനത്തിൽ ഒന്നിച്ച് കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. എല്ലാം പ്രകൃതിയുടെ നിശ്ചയമനുസരിച്ചാണ്. നമ്മുടെ ഇന്ത്യയിൽ അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടത്തിൽ ഏതാണ്ട് 350ഓളം ആളുകൾ മരിച്ചു പോയിട്ട് അതിൽ ഒരാൾ 248 യാത്രക്കാരുണ്ടായിരുന്നതിൽ ഒരാൾ ഒന്നും പറ്റാതെ, ഒരു പരുക്കുമേൽക്കാതെ എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ ആയുസ് തീർന്നിട്ടില്ല. ബാക്കി എല്ലാവരും മരിച്ചു. ആ വിമാനം വന്നു വീണ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെ പലരും മരിച്ചു. അതുപോലെ നമ്മളും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന സ്വാമി ആയാലും ശരി, നിങ്ങളായാലും ശരി, എപ്പോഴാണോ സമയം തീരുന്നത് ആ സമയത്ത് തീർന്നിരിക്കും. ശരീരത്തിൽ നിന്ന് വിട പറയേണ്ടി വരും. വിട പറയേണ്ടി വരുന്ന സമയത്ത് ഏതൊരാളിൻ്റെ മനസ്സിലാണോ അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കലേബരം, അവസാന കാലത്ത് ഈ ശരീരം വിടേണ്ടി വരുന്ന സമയത്ത് എന്നെ വിചാരം ചെയ്യുകയാണെങ്കിൽ എന്നെ തന്നെ പ്രാപിക്കും. ആ എന്നെ എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നത് നാമരൂപധാരിയായ ശ്രീകൃഷ്ണനെ അല്ല എന്ന് ധരിക്കരുത്. ശ്രീകൃഷ്ണൻ ഒരുപാട് സ്ഥലത്ത് എന്നെ എന്നെ ഞാൻ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഞാൻ നമ്മളിവിടെ പറയുന്ന ഞാനല്ല, നിങ്ങളിലെ ഞാനല്ല. നിങ്ങളിലെ ഏതാ ശ്രീകൃഷ്ണൻ പറയുന്ന ഞാൻ ഏതിനെയാണ് ഉദ്ദേശിക്കുന്നത്? എന്നിലെ താൻ. നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഞാനും താനും. ഞാനെന്ന് പറയുന്നത് തന്നിലെ യാഥാർത്ഥ്യത്തിൻ്റെ, തൻ്റെ സ്വരൂപത്തിൻ്റെ പ്രതിബിംബം, തന്നിലെ ഞാൻ. എന്നാൽ കൃഷ്ണൻ ഗീതയിൽ പറയുന്ന ഞാനെന്ന് പറയുന്നത് ആ പ്രതിബിംബ രൂപിയെയല്ല, ബിംബസ്വരൂപത്തെയാണ് വ്യാസൻ ഗീതയിലൂടെ ശ്രീകൃഷ്ണനെ ഞാൻ ഭാവത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്നെ തന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ ആ ഞാനെന്ന് പറയുന്നത് സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം യോ മാം പശ്യതി സർവത്ര സർവം ച മയീ പശ്യതി. ആരാണോ എന്നെ സർവ്വതിലും കാണുന്നത്,
സർവ്വതിലും എന്നെ കാണുന്നത്. അതെങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് 99-ാമത്തെ പ്രഭാഷണമാണ് അദ്വൈതാനുഭൂതി. എങ്ങനെ നടന്നു എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഈശ്വരേച്ഛ അനുസരിച്ച് നടക്കുന്നു. ഈ സ്ഥാപനം ഇങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ഇതിൻ്റെ മുതലാളിയോട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രഭാഷണത്തിനൊന്നും വരില്ല. ആദ്യമേ പറഞ്ഞത് അതാണ്. ഇന്ന് വന്ന് ഉദ്ഘാടനം ചെയ്തു തരാം, പക്ഷേ പ്രഭാഷണത്തിനൊന്നും ഞാൻ വരില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇതിനോടുള്ള ആത്മാർത്ഥത കണ്ടപ്പോൾ എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇതിനു മുൻപ് തത്വമസി ഹാളിൽ, ഗണേശപിള്ള സാറിൻ്റെ തത്വമസി ഹാളിൽ ഏതാണ്ട് 10 കൊല്ലത്തോളം നിരന്തരമായിട്ട് ഈ തരത്തിലുള്ള പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നു. അത് പെട്ടെന്ന് നിന്നുപോയി കൊറോണ കാലത്ത്, കൊറോണയ്ക്ക് മുമ്പ്. അത് അനുവദിച്ചിട്ടുള്ള സമയം തീർന്നപ്പോൾ തീർന്നു, അത്രേ ഉള്ളൂ. വണ്ടിയുടെ പെട്രോൾ തീർന്നപ്പോൾ ഏത് പ്രകാരമാണോ വണ്ടി നിശ്ചലമാകുന്നത് അതുപോലെ നിന്നു. പക്ഷെ അന്ന് അവിടെ നടന്നത് വളരെ ഗംഭീരമായ ഒരു ആധ്യാത്മിക സഭയായിരുന്നു. അതുപോലെയാണ് ഇവിടെയും നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കണ്ടപ്പോൾ വരാതിരിക്കാൻ കഴിഞ്ഞില്ല. വന്നു, ആ പ്രഭാഷണം തുടങ്ങി, ഇതുവരെ തുടരുന്നു. ഇന്ന് 99-ാമത്തെ പ്രഭാഷണമാണ്. ഈ 99-ാമത്തെ പ്രഭാഷണം കേട്ടിട്ടും നിങ്ങൾ പുതപ്പിനടിയിലാണ് കിടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്തയാണ് എനിക്കുള്ളത്. അലാറം 3 പ്രാവശ്യം മുഴങ്ങിയിട്ടും നിങ്ങൾ ഉണരുന്നില്ല, നിങ്ങൾ എഴുന്നേൽക്കുന്നില്ല. ഉണരുന്നുണ്ട്, ഉണർന്നു കിടക്കുകയാണ്, കേൾക്കുന്നുണ്ട്, മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാകാതെ ആരുമില്ല. ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ആദ്യം മുതൽ അത് തന്നെയാണ് പറയുന്നത്. മറിച്ചൊന്നും പറയുന്നില്ല. അത് നിങ്ങൾക്ക് കേട്ട് അറിയാം, പക്ഷേ അത് അനുഭവത്തിലേക്ക് വരുത്താൻ ശ്രമിക്കുന്നില്ല, പിടിവിടുന്നില്ല. എവിടാ പിടി? ഞാനിൽ തന്നെയാണ്. ഈ കാട്ടിലെ കിളിപിടുത്തക്കാരൻ കിളി പിടിക്കാൻ വരുമ്പോൾ ഒരു കൊമ്പിൽ ഇത്രയും നീളമുള്ള ഒരു കുഴൽ കയറ്റിയിട്ടിട്ട് മാറി നിൽക്കും. അപ്പോൾ പക്ഷി അതിൽ എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങളും വെച്ചിരിക്കും. പക്ഷി പറന്നു വന്ന് ആ കൊമ്പിനകത്തോട്ട് കയറ്റിയിരിക്കുന്ന ആ കുഴലിൽ വന്ന് പിടിമുറുക്കുമ്പോൾ ഈ പക്ഷിയുടെ ഭാരം കാരണം കുഴലൊന്ന് കറങ്ങി പക്ഷിയുടെ ശരീരം താഴോട്ടും പിടി മുകളിലുമായിട്ടിരിക്കും. ഇപ്പോൾ ആ കുഴലിൽ പക്ഷി തൂങ്ങിക്കിടക്കുകയാണ്, പിടിവിടുന്നില്ല. പിടിവിട്ടാൽ അത് താഴോട്ട് വീഴും, പറന്നങ്ങ് പോകാം. പക്ഷേ പിടിവിട്ടാൽ താഴെ വന്ന് വീഴും എന്നുള്ള ഭയത്താൽ അത് പിടിവിടാതെ ആ കുഴലിൽ തന്നെ തൂങ്ങിക്കിടക്കുന്നു. പക്ഷി പിടുത്തക്കാരൻ നേരെ വന്ന് അതിനെ പിടിച്ചുകൊണ്ടങ്ങ് പോകും. ഒരു പ്രയാസവുമില്ല, സിമ്പിളായിട്ട് പക്ഷി പിടുത്തം. അതുപോലെ നിങ്ങളും കുഴലിൽ തൂങ്ങിക്കിടക്കുന്ന പക്ഷിയാണോ എന്ന് ആലോചിച്ചു കൊള്ളണം. ഏതിൽ? ഞാനിലെ പിടിവിടാതെ. ഞാനിലെ പിടിവിടാതെ നിങ്ങൾ മുറുകെ പിടിച്ച് ആ പക്ഷി ഞാന്ന് കിടക്കുന്നത് പോലെ കിടക്കുകയാണോ? ആ പക്ഷി പിടിവിട്ടാൽ മാത്രം മതിയല്ലോ. ആ കുഴലിലെ പിടിയിൽ ശരീരത്തിൻ്റെ ഭാരം കാരണം താഴെ വീഴുമോ എന്നുള്ള ഭയത്താൽ പിടിവിടാതെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ആ പിടിവിട്ടാൽ പക്ഷിക്ക് പറന്നു പോകാം, അത് താഴോട്ട് വീഴുന്നതിനിടയ്ക്ക് പറക്കുകയും ചെയ്യാം. പക്ഷേ അതുപോലെ ഞാനിലെ പിടിവിടാൻ തയ്യാറാകാതെ ഇരിക്കുന്ന അവസ്ഥയാണ് ഭൂരിഭാഗം പേർക്കും. എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഭയം. പിടിവിട്ടാൽ എന്തു ചെയ്യും? ഭാര്യ, മക്കൾ, കുടുംബം, സ്വത്ത്, ധനം, കടം കൊടുത്തിരിക്കുന്നത്
പലിശ വാങ്ങാനുള്ളത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഞാനിലുള്ളത്. ഈ ഞാനൊക്കെ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്, ഉള്ളതേ അല്ല. ഈ വിമാനം തകർന്ന് അതിനകത്ത് മരിച്ച എല്ലാവർക്കും ഇതുപോലെ ഞാൻ ഭാവത്തിൽ 100,000 പ്രശ്നങ്ങളുണ്ട്. പക്ഷേ തകർന്നു കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നില്ലേ? അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും കാര്യം. അതുകൊണ്ട് ഈ ഞാനിലിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വീണ്ടും പുനർജനിക്കേണ്ടി വരും. ആ പുനർജനിക്കുന്നത് എവിടെയാണ് എന്ന് ഒരു നിശ്ചയവുമില്ല. ചിലപ്പോൾ ഏതെങ്കിലും മനുഷ്യേതര ശരീരങ്ങളിലായിരിക്കും. പട്ടിയായിട്ടാകാം, പൂച്ചയായിട്ടാകാം. കാരണം ഇതപര്യന്തം നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള ശരീരങ്ങളിൽ ജീവിച്ചിട്ടുണ്ടോ, ഏതെല്ലാം പ്രാവശ്യം മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം ഫലം അനുഭവിക്കുന്നതിന് അനുയോജ്യമായ ശരീരത്തിലുള്ള ജന്മങ്ങളിലേക്ക് നാം വന്നു ഭവിക്കും. ഇനി അങ്ങനെ ഒരു പുനർജന്മം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ഏതൊരാളാണോ ബുദ്ധിപൂർവം, അതാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത, വരാൻ പ്രാപ്യ, ശ്രേഷ്ഠനായ ഗുരുക്കന്മാരെ, ശ്രേഷ്ഠനായ ഗുരുവിനെ. ആരാ ശ്രേഷ്ഠനായ ഗുരു? ഏതൊരാളാണോ തന്നെ അറിഞ്ഞ് ആ താൻ ഭാവത്തിൽ തന്നെ സദാ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനെ തന്നെ ആളുകൾക്ക് പറഞ്ഞുകൊടുത്ത് ആ നിലയിലേക്ക് ആളുകളെ ഉയർത്താൻ ശ്രമിക്കുന്ന ആളാണ് ശ്രേഷ്ഠനായ ഗുരു. ഇവിടെ 99 പ്രഭാഷണങ്ങളിൽ കൂടിയും നിങ്ങൾ അതാണ് കേട്ടുകൊണ്ടിരുന്നത്. ആ നിലയിലേക്ക് നിങ്ങൾ എത്രമാത്രം ഉയർന്നിട്ടുണ്ട് എന്ന് വിശകലനം ചെയ്യേണ്ട ജോലി നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ പിടി കുഴലിൽ ആണോ മുറുകി പിടിച്ചിരിക്കുന്നത്? ഞാനിൽ നിന്ന് പിടി വിടാതെയാണ് നിങ്ങളിരിക്കുന്നത് എങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് വിട പറയേണ്ടി വരും. ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കും, ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ യഥാർത്ഥ നാമരൂപധാരിയായ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ഉണ്ടായി നിലനിന്ന് മറയുന്ന ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും, ജാഗ്രത അവസ്ഥയിലെ അഭിമാനിയായ വിശ്വനും സ്വപ്നാവസ്ഥയിലെ അഭിമാനിയായ തൈജസനും സുഷുപ്തി അവസ്ഥയിലെ അഭിമാനിയായ പ്രാജ്ഞനും എല്ലാം സാക്ഷിയായിട്ടിരിക്കുന്ന ആ ആത്മചൈതന്യം, ആ സാക്ഷി ചൈതന്യം, ആ സാക്ഷി സ്വരൂപം, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ, അതാണ് തന്നിലെ താൻ എന്ന് ബോധിച്ച് സദാസമയവും ആ ഭാവത്തിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്, ആ ഭാവത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ഞാൻ ഭഗവത്ഗീതയിൽ എവിടെയെല്ലാം കൃഷ്ണൻ ഞാൻ 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 എന്ന് പറയുന്നുണ്ടോ, അഹമാത്മാ, ഞാനെന്ന് പറയുന്നത് ആ ആത്മചൈതന്യമാണ്, ആ സാക്ഷി ചൈതന്യമാണ്. എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. നിങ്ങൾ ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസൽമാനായാലും ശരി, പട്ടിയാണെങ്കിലും ശരി, പൂച്ചയാണെങ്കിലും ശരി, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന, അതാണ് സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്ന മറ്റൊരു മന്ത്രം, യോ മാം പശ്യതി സർവത്ര സമം ച മയി പശ്യതി. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ഹിന്ദുവിൻ്റെ ഉള്ളിലും ക്രിസ്ത്യാനിയുടെ ഉള്ളിലും മുസൽമാൻ്റെ ഉള്ളിലും പട്ടിയുടെ ഉള്ളിലും പൂച്ചയുടെ ഉള്ളിലും സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ഏകനായ ഈശ്വരൻ. അതാണ് ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി ചേതോ കേവലോ നിർഗുണശ്ച. കേവലസ്വരൂപം,
നിർഗുണസ്വരൂപം. നമ്മുടെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ, ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരിക്കുന്ന ആ സത്യസ്വരൂപം. ഈ ശരീരത്തിൽ ഏതൊന്നില്ലെങ്കിൽ ഈ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും അഭിമാനിയായ പ്രാജ്ഞനും തൈജസനും വിശ്വനും തൈജസനും പ്രാജ്ഞനും ഒന്നിനും നിലനിൽപ്പില്ലയോ ആ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവം സദാ ആരാണോ തൻ്റെ ഉള്ളിൽ നിലനിർത്തി അതിൽ ബലവാനാകുന്നത്. അതിനാണ് ശിവോഹം ശിവോഹം ശിവോഹം, ശിവം മംഗളസ്വരൂപം. ആ മംഗളസ്വരൂപം, ആ ചൈതന്യ സ്വരൂപം നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങാതെ പ്രകാശിച്ചു നിൽക്കുന്ന ആ ആത്മസ്വരൂപം, അതാണ് കൃഷ്ണൻ പറയുന്നത്. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. സർവചരാചരങ്ങളുടെയും ആദിയും അന്തവും മധ്യവും ഒക്കെ ഞാൻ തന്നെയാണ്. എല്ലാം എന്നിൽ തന്നെയാണ് ഉണ്ടാകുന്നത്, നിലനിൽക്കുന്നത്, ഇല്ലാതാകുന്നത്. എന്നിൽ തന്നെ ജനിക്കുന്നു, എന്നിൽ തന്നെ വളരുന്നു, എന്നിൽ തന്നെ ഇല്ലാതാകുന്നു. പക്ഷേ എന്നെ അറിയുന്നില്ല. ഇതുപോലെ സമുദ്രത്തിൽ വളരുന്ന മത്സ്യം സമുദ്രത്തെ അറിയാതിരിക്കുന്നത് പോലെ അല്ലേ? മീനുകൾ തമ്മിൽ പരസ്പരം സംസാരിക്കുകയാണ്. സമുദ്രത്തെക്കുറിച്ച് ഇങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാനിതുവരെ കണ്ടിട്ടില്ല. ഒഴുകി വന്ന്, നദിയിൽ കൂടി ഒഴുകി വന്ന് മത്സ്യം മത്സ്യത്തിനോട് പറയുകയാണ്, സമുദ്രത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ആ സമുദ്രത്തെ എനിക്കറിയില്ല. സമുദ്രത്തിൽ വളരുന്ന മത്സ്യമാണ് പറയുന്നത്. അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും നില. നമ്മളെല്ലാം ആ ബ്രഹ്മത്തിൽ തന്നെ ഉണ്ടായി, ബ്രഹ്മത്തിൽ തന്നെ നിന്ന് വളർന്ന്, ബ്രഹ്മത്തിൽ തന്നെ ഒടുങ്ങിക്കൊണ്ടിരുന്നിട്ടും നമ്മൾ ആ ബ്രഹ്മത്തെ അറിയുന്നില്ല. ആ സമുദ്രത്തിൽ വളരുന്ന മത്സ്യത്തിൻ്റെ അവസ്ഥയാണ്. പക്ഷേ അതിനാണ് പറയുന്നത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. ശ്രേഷ്ഠനായ ഗുരുവിനെ സമീപിച്ച് സത്സംഗത്തിലൂടെ അതിനെ തിരിച്ചറിഞ്ഞ്, അതാണ് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ആ നിശ്ചലതത്വം എന്താണ്? എന്നിൽ ഉള്ളതായിട്ടുള്ള ഉണ്മ, എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ ഉണ്മ നിശ്ചലമായിരിക്കുന്നു. എന്തുകൊണ്ട്? ഇനി ചലിക്കാൻ അതിന് സാധ്യതയില്ല. കാരണം എന്താ? എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. അതില്ലാത്തതായിട്ട് ഒരു സ്ഥലവും ബാക്കിയില്ല. അതുകൊണ്ട് നിശ്ചലം. ഏത്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര സ്വരൂപമാകുന്ന നിങ്ങളിലെ സാക്ഷി സ്വരൂപം, നിങ്ങളിലെ യഥാർത്ഥ ഞാൻ, നിങ്ങളിലെ താൻ, തന്നിലെ താൻ, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് സദാസമയവും ആ ഭാവം ആരാണോ തന്നിൽ നിലനിർത്തുന്നത് അയാൾക്ക് മാത്രമേ അവസാന കാലത്ത്, ഏത് അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കലേബരം എന്ന് പറയുന്ന ആ മന്ത്രത്തിൽ പറയുന്ന ആ നില ഉണ്ടാവുകയുള്ളൂ. മാമേവ ഐഷസ്യ സംശയ, എന്നെ തന്നെ പ്രാപിക്കും, യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടിയാണ് പറഞ്ഞത് സദാസമയവും ശിവോഹം 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 എന്ന് പറഞ്ഞാൽ ആ പാമ്പൊക്കെ ഇട്ടിരിക്കുന്ന പാർട്ടിയെ അല്ല ഉദ്ദേശിക്കുന്നത്. ശിവം, മംഗളസ്വരൂപം. ഏതൊരു ചൈതന്യം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ ഈ ശരീരം ശവമായി മാറുമോ, ആ ചൈതന്യം ശിവം, മംഗളസ്വരൂപം. അത് പിരിഞ്ഞാൽ ശവം, അതിരിക്കുമ്പോൾ ശിവം. അതുകൊണ്ടാണ് ശിവം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ സമയത്തും സദാസമയത്തും ശിവോഹം 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 എന്ന മന്ത്രം നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഭാവം പ്രകാശിച്ചു നിൽക്കണം.
എന്താ? എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. അതെന്നിൽ മാത്രമല്ല, അത് ഹിന്ദുവിൽ മാത്രമല്ല, അത് ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും സർവ്വചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ താൻ. അതാണ് എന്നിൽ കുടികൊള്ളുന്ന ആത്മസത്യം, ആ ഈശ്വര സത്യം, ആ ബ്രഹ്മസത്യം. അതിനെക്കുറിച്ച് ബോധവാനായി ആ ഭാവം സദാ നിലനിർത്തിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളിലും വ്യാപരിക്കാം. ഒന്നിൽ നിന്നും ഒഴിയണ്ട. സിനിമ കാണണോ? പോയി കണ്ടോളൂ. സർക്കസ് കാണണോ? പോയി കണ്ടോളൂ. കടപ്പുറത്ത് പോകണോ? പോയിക്കോളൂ. എന്ത് ചെയ്തോളൂ. പക്ഷേ ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഈ ചെയ്യുന്നവൻ, ഈ കാണാൻ പോകുന്നവൻ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമസത്യം, അതാണ് എന്നിലെ താൻ എന്ന ബോധത്തിലേക്ക് നിങ്ങൾ വളരുന്തോറും ഉയരുന്തോറും ആ തരത്തിലുള്ള ബാഹ്യചേഷ്ടകളിൽ നിന്നെല്ലാം നിങ്ങൾ അറിയാതെ മുക്തരാകും. നിങ്ങൾ ബലം പ്രയോഗിച്ച് ഒന്നും ഒഴിയണ്ട, ഒന്നിനെയും ഒഴിവാക്കണ്ട. ബുദ്ധൻ ആ സാക്ഷാത്കാരം നേടി അതികഠിനമായിട്ട് സാധന അനുഷ്ഠിച്ച് കൊട്ടാരത്തിൽ വളർന്ന രാജകുമാരൻ എല്ലും തോലുമായി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സന്യാസി പറഞ്ഞു, എന്തിനാടേ ഇങ്ങനെ നടക്കുന്നത്? നീ എന്തന്വേഷിച്ചാണ് നടക്കുന്നത്? അത് അന്വേഷിച്ചാൽ കിട്ടുന്നതാണോ? എന്നാണ് നിനക്കത് നഷ്ടപ്പെട്ടത്? ചോദിച്ചു. എന്നാണ് നിനക്കത് നഷ്ടപ്പെട്ടത്? അത് നിൻ്റെ ഉള്ളിലിരിക്കുകയല്ലേ, നീ എവിടെയായി അന്വേഷിച്ച് നടക്കുന്നത്? അപ്പോഴാണ് അദ്ദേഹത്തിന് ആ ബോധോദയം ഉണ്ടാകുന്നത്. ശരിയാണ്, ഞാൻ അന്വേഷിക്കുന്നത്, അതായത് കസ്തൂരിമാനിൻ്റെ നാഭിയിലിരിക്കുന്ന ആ കസ്തൂരിയുടെ ഗന്ധം തന്നിൽ നിന്നാണ് വരുന്നത് എന്ന് തിരിച്ചറിയാതെ മണം പിടിച്ച് ആ കസ്തൂരി അന്വേഷിച്ച് ഓടുന്ന മാൻപേടയെപ്പോലെ, മാനിനെ പോലെ ബുദ്ധനും ഓടുകയായിരുന്നു, അന്വേഷിക്കുകയായിരുന്നു. ആ സന്യാസി ഇത് പറഞ്ഞത് കേട്ടപ്പോൾ, അന്വേഷിക്കേണ്ട കാര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അന്വേഷിക്കുന്നത്? ഇത്രയും കഠിനമായ സാധന ചെയ്ത് പീഡിപ്പിക്കുന്നത്, ശരീരത്തെ പീഡിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശരീരത്തെ പീഡിപ്പിച്ചാൽ അത് കിട്ടുമോ? ജൈന സന്യാസിമാരെല്ലാം മറ്റുള്ള ഹിന്ദു സന്യാസിമാരെയൊക്കെ ആക്ഷേപിക്കും. കാരണം അവർ കഠിനമായ സാധന അനുഷ്ഠിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കൂ. ചിലപ്പോൾ ദിവസങ്ങളോളം ആഹാരം കഴിക്കാതെ ഉപവാസം അനുഷ്ഠിക്കും. മഹാവീരൻ ജൈന സന്യാസിമാരുടെ ആചാര്യനായിരുന്നയാൾ. ആ തരത്തിലുള്ള കഠിനമായ സാധനകളുടെ ഒന്നും ആവശ്യമില്ല എന്ന് ബുദ്ധന് ബോധ്യമായപ്പോൾ അദ്ദേഹം ഒരു വൃക്ഷത്തിൻ്റെ മൂട്ടിലിരുന്നു. ഇനി അതറിയാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കുകയേയില്ല. എൻ്റെ ഉള്ളിലാണ് അതിരിക്കുന്നത് എങ്കിൽ അതെനിക്കറിയണം, അതാകണം എന്നുള്ള ആ ഇച്ഛയോടുകൂടി അവിടെ തന്നെ ഇരുന്നു. ആ ഇരിപ്പിലിരുന്ന് അദ്ദേഹം ബോധവാനായി. കാരണം ആ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മസത്യത്തെക്കുറിച്ച് ബോധവാനായി അത് അന്വേഷിച്ച് നേടേണ്ടതായിട്ടുള്ളതല്ല, അതാണ് എന്നിലുള്ളതായിട്ടുള്ളത്, അതാണ് എന്നിലെത്താൻ. ഐ ആം ദാറ്റ്. ആ തരത്തിലുള്ള ബോധം, ഉണർവ് നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് ഉയരാൻ സാധിക്കൂ. ആ ബുദ്ധൻ 12 വർഷത്തിന് ശേഷം വീണ്ടും കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിലെത്തിയപ്പോൾ ആരാ ഭാര്യ? യശോധര അല്ലേ? ഭാര്യ ചോദിച്ചു, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, അതിനങ്ങ് ഉത്തരം പറയൂ.
അങ്ങ് ഇത്രയും വർഷം കഷ്ടപ്പെട്ട് ഈ നേടിയ കാര്യം ഈ കൊട്ടാരത്തിലിരുന്ന് നേടാൻ കഴിയുമായിരുന്നില്ലേ എന്നാണ് ചോദിച്ചത്. യശോധര ചോദിച്ചത് ബുദ്ധൻ്റെ മുഖത്ത് നോക്കി. ബുദ്ധൻ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കുടുംബം ഉപേക്ഷിക്കേണ്ട, ഒന്നും ഉപേക്ഷിക്കേണ്ട, ഭാര്യയെ കളയണ്ട, ഭർത്താവിനെ കളയണ്ട, മക്കളെ കളയണ്ട. ബി വിത്ത് എവ്രിതിങ് ആൻഡ് ബി വിത്ത് ദിസ് ഐഡിയ. എന്താ ഐഡിയ? ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലിരിക്കുന്ന എന്നിലെ താൻ, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധവാനായി ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുക. അതും മാത്രം മതി ആത്മസാക്ഷാത്കാരത്തിന്. ഉറപ്പാണോ? ഉറപ്പ്. സാക്ഷാത്കാരം കിട്ടുമോ? കിട്ടും. യാതൊരു സംശയവുമില്ല. വേറെ ഏത് തരത്തിലാണ് നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടുന്നത്? ഏതെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. വേറൊരു മാർഗവുമില്ല. വേറെ എല്ലാം കർമ്മപരങ്ങൾ. നിങ്ങൾക്ക് ജോലി ചെയ്യാം, ജോലി ചെയ്യാം. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്? അത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കിട്ടേണ്ട വസ്തുവാണോ? ആത്മാതു സതതം പ്രാപ്തഃ അപി അപ്രാപ്തവത് അവിദ്യയ. ആ ആത്മചൈതന്യം കിട്ടപ്പെടാതിരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. ആ സാക്ഷാത്കാരം ഏതിനു വേണ്ടി, ഏതിനെയാണ് നിങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളതായിട്ടുള്ള നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം, നിങ്ങളുടെ ആത്മസ്വരൂപം. അതാണ് കൃഷ്ണൻ പറയുന്നത്, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആ ആത്മതത്വം, നിങ്ങളുടെ ആത്മസത്യം നിങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകും. ഏതുപോലെ? സൂത്രേ മണിഗണായുവ മത്തഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായുവ. ഒരു സൂത്രത്തിൽ ഏതുപോലെയാണോ അനവധി മുത്തുമണികൾ കോർക്കപ്പെട്ടിരിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും, അത് ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസൽമാനായാലും ശരി, പട്ടിയാണെങ്കിലും ശരി, പൂച്ചയാണെങ്കിലും ശരി, തേക്കാണെങ്കിലും ശരി, ഈട്ടിയാണെങ്കിലും ശരി, ചീരയാണെങ്കിലും ശരി, മത്തനാണെങ്കിലും ശരി, കുമ്പളമാണെങ്കിലും ശരി, നെത്തോലിയാണെങ്കിലും ശരി, അല്ലേ, കണവയാണെങ്കിലും ശരി, എന്തെല്ലാമുണ്ട്, എറുമ്പാണെങ്കിലും ശരി, ഉറുമ്പാണെങ്കിലും ശരി, എല്ലാത്തിൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മചൈതന്യം, അതാണ് ഞാൻ. ആ എന്നെ പ്രാപിക്കാൻ നിങ്ങൾ കാട്ടിൽ പോകണ്ട, കൈലാസത്തിൽ പോകണ്ട, കാശിയിൽ പോകണ്ട, അയോധ്യയിൽ പോകണ്ട. കാണാൻ പൊക്കോളൂ കേട്ടോ, കാണാൻ പൊക്കോളൂ. അയോധ്യ, പുതിയ അയോധ്യ ഞാൻ കണ്ടിട്ടില്ല, പുതിയ കാശി കണ്ടിട്ടില്ല. പഴയ കാശി, പഴയ അയോധ്യ, ആ പള്ളിക്കകത്തൊക്കെ ഞാൻ കയറി നിരങ്ങിയിട്ടുണ്ട് പള്ളിയായിരുന്നപ്പോൾ. പുതിയ അയോധ്യ കെട്ടിയതിന് ശേഷം പോയിട്ട് അതൊക്കെ യാത്രയൊക്കെ മതിയാക്കിയപ്പം. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി പോകാം. പക്ഷെ അവിടെ പോയാലൊന്നും ആത്മസാക്ഷാത്കാരം കിട്ടുകയില്ല. എന്നാൽ കാശിയിൽ പോയാൽ എനിക്ക് ആത്മസാക്ഷാത്കാരം കിട്ടും എന്നുള്ള ബോധത്തോടുകൂടി ഏതൊരാളാണോ കാശിയിൽ പോയി അതും നേടിക്കൊണ്ട് വരുന്നത്, അങ്ങനെ നേടിക്കൊണ്ട് വരാനും സാധിക്കും. ഭാവം യദ്ഭാവോ തദ്ഭവതു. സ്വാമി രണ്ടും കൂടെ പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം പറഞ്ഞു കാശിയിൽ പോയാൽ പ്രാപിക്കാൻ ഒക്കില്ല എന്ന്, ഇപ്പം പറയുന്നു കാശിയിൽ പോയാലും പ്രാപിക്കാമെന്ന്. ഭാവം, നിങ്ങൾ ഏത് ഭാവത്തിലാണോ പോകുന്നത്? എൻ്റെ സന്യാസത്തിൻ്റെ കഥ പറഞ്ഞില്ലേ?
ഹിമാലയത്തിൽ ഗംഗോത്രിയിൽ വെച്ച് ഞാൻ സന്യാസം വാങ്ങിക്കാനൊന്നും പോയതല്ല. ഇറ്റ് ഹാപ്പൻഡ്. ഉടുത്തിരിക്കുന്ന തുണി അഴിപ്പിച്ച് കളഞ്ഞിട്ട് ഹരിദ്വാറിൽ വെച്ച് തുണി അഴിപ്പിക്കുന്നു. ഒരു വലിയ സന്യാസി, സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന സന്യാസി, നിങ്ങൾ ഈ കാഷായം ഉടുത്തിരിക്കുന്നത് വിധിപ്രകാരമല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് അനുസരിക്കാൻ മാത്രമേ അറിയാവൂ. എന്നാൽ ഈ വസ്ത്രം നിങ്ങൾ അഴിച്ചു കളയണം, നിങ്ങൾ വെള്ള വസ്ത്രം ഉടുക്കണം. അന്ന് രാത്രിയിൽ കൊടും മഴ പെയ്തു, കൊടും കാറ്റടിച്ചു. ആ കൊടും മഴയിൽ കൊടും കാറ്റടിച്ചപ്പോൾ ഞാൻ ഇറങ്ങി നടന്നു ഹരിദ്വാറിൽ പാതിരാത്രിയല്ല, കട അടയ്ക്കുന്നതിന് മുമ്പ്. ഏതാണ്ട് 9 മണിയായിരിക്കും. എല്ലാ കടകളും അടച്ചു. കൊടും മഴ, കൊടും കാറ്റ്, മരങ്ങളെല്ലാം മുറിഞ്ഞു വീഴുന്നു, ഇലക്ട്രിസിറ്റി ഇല്ല, മരങ്ങൾ വീണ് എല്ലാം പൊട്ടിക്കിടക്കുന്നു. ഞാൻ കടയന്വേഷിച്ച് നടക്കുകയാണ് വെള്ളവസ്ത്രം വാങ്ങാനായിട്ട്. ഒരു കടയുമില്ല, എല്ലാം അടച്ചിരിക്കുന്നു. അത്ര വലിയ മഴ. നോക്കിയപ്പോൾ ഒരു ഖദർ സ്റ്റോറിൻ്റെ ബോർഡ് കണ്ടു. അതിനകത്ത് വെളിച്ചമുണ്ട്, അടച്ചിരിക്കുകയാണ്. അടിച്ചു, തുറപ്പിച്ച് അവിടുന്ന് 4 കഷ്ണം വെള്ള മുണ്ട് വാങ്ങിച്ച് പിറ്റേ ദിവസം രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഗംഗയിൽ ഞാൻ അത് കാഷായമല്ല, കൈലി, നമ്മളെ കാവി കൈലി ഉടുക്കുന്നില്ലേ, അത് മാത്രമാണ്. കാഷായം എന്നുള്ള നിലയ്ക്കല്ല ഉടുത്തിരുന്നത്. അത് ഗംഗയിൽ ഊരി കളഞ്ഞിട്ട് വെള്ളവസ്ത്രം ധരിച്ചു. പിറ്റേ ദിവസം അവിടുന്ന് ഗംഗോത്രിയിലേക്കുള്ള യാത്ര. എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് പറക്കും സ്വാമി ഗംഗോത്രിയിൽ വെച്ച് ഒരാഴ്ച സപ്താഹം നടത്തി, ഭാഗവത സപ്താഹം നടത്തി ശരീരം വെടിയാൻ പോകുന്നു. ആ ഭാഗവത സപ്താഹം നടത്തുന്ന ആൾ എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹമാണ് സപ്താഹം നടത്താൻ പോകുന്നത്. ഹരിഹര ചൈതന്യ. ഞങ്ങളിപ്പം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, ഹരിഹര ചൈതന്യ. അദ്ദേഹത്തോടൊപ്പമാണ് പോകുന്നത്. അദ്ദേഹം ഭാഗവതം വായിക്കാൻ പോകുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഈ കലികാലത്തിൽ 7 ദിവസം ഭാഗവത സപ്താഹം നടത്തി ശരീരം വെടിയാൻ പോകുന്നു ഒരു ആൾ. ആരാണത്? അത് പറക്കും സ്വാമി. എന്നാൽ അതിന് സാക്ഷ്യം വഹിക്കണമല്ലോ, അതിന് സാക്ഷിയാകണമല്ലോ, ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ തീരുമാനമെടുത്ത് പോവുകയാണ്. ആ പോകുന്ന പോക്കിൽ ഹരിദ്വാറിൽ വെച്ച് സംഭവിക്കുന്നതാണിത്. ഗംഗോത്രിയിൽ എത്തിയില്ല. ഹരിദ്വാറിൽ വെച്ച് നമ്മുടെ മുണ്ടഴിപ്പിച്ച് കളഞ്ഞു, തുണി അഴിപ്പിച്ച് കളഞ്ഞ് വെള്ളവസ്ത്രം ധരിപ്പിച്ച് പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ വാൻ ഹരിദ്വാറിലെത്തി. അദ്ദേഹം അയച്ച വാൻ എന്ന് പറഞ്ഞാൽ ഭാഗവത സപ്താഹം നടത്താനുള്ള വായനക്കാർ, ആചാര്യൻ ഹരിഹര ചൈതന്യ, വായിക്കുന്ന ആളുകൾ, അവരോടൊപ്പം ഞാനുമുണ്ട്. ഞാൻ സാക്ഷിയാകാൻ പോയതാണ്, കാണാൻ പോയതാണ്. പറക്കും സ്വാമി ശിവാനന്ദ സ്വാമിയുടെ ശിഷ്യൻ, മിലിറ്ററിയിലായിരുന്നു. ഋഷികേശിലെ ശിവാനന്ദ സരസ്വതി, പ്രഗത്ഭൻ, വലിയ മഹർഷി, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ. ലോകം മുഴുവനും യോഗ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെയാണ് വിട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആശ്രമം ലോകം മുഴുവനുമുണ്ട്. ജർമ്മനിയിലാണെന്ന് തോന്നുന്നു അതിൻ്റെ കേന്ദ്രം. അപ്പോൾ ഹരിദ്വാറിൽ നിന്ന് പിറ്റേ ദിവസം ഗംഗോത്രിയിലെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധു, അനുജൻ ആയിട്ടുള്ള ഒരാളും കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗംഗോത്രിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഗംഗോത്രിയിൽ നിന്ന് വീണ്ടും മുകളിലോട്ട് പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ ആശ്രമം അവിടെയാണ്. ഗംഗോത്രിയും കഴിഞ്ഞ് ഗോമുഖിയിലേക്ക് പോകുന്ന ആ വഴി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ വെള്ളവസ്ത്രം ഉടുത്തുകൊണ്ട് പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ എന്നോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്ന അവസരത്തിൽ സന്യാസം വന്നു. നോക്കിയിട്ട് സ്വാമി ഇതുവരെ സന്യാസം താടിയൊക്കെ ഉള്ളതുകൊണ്ട് സ്വാമി എന്നാണ് പറഞ്ഞത്. അല്ല, സാർ ഇതുവരെ സന്യാസം സ്വീകരിച്ചിട്ടില്ലേ? വെള്ളവസ്ത്രമാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു സന്യാസം സ്വീകരിച്ചിട്ടില്ല. എങ്കിൽ അദ്ദേഹം അടുത്ത വാക്ക് പറയുന്നത്, എങ്കിൽ
ഇപ്പോൾ സന്യാസം സ്വീകരിക്കണം, അതിനുള്ള സമയമായി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും മിണ്ടണ്ട, ഇല്ല, ഇപ്പോൾ സന്യാസം സ്വീകരിക്കണം. അദ്ദേഹം പറയുകയാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം, എങ്കിലൊരു കാര്യം, ഇതാ കൂടെ പുറകെ വരുന്ന ഭാഗവത സപ്താഹം നടത്താൻ വരുന്ന ഹരിഹര ചൈതന്യം അറിയരുത്. ഉടനെ ഞാൻ പറഞ്ഞത്, എങ്കിൽ ഈ ഭാഗവത സപ്താഹം നടത്താനായിട്ട് വരുന്ന ഹരിഹര ചൈതന്യം അറിയില്ല. അദ്ദേഹം പറഞ്ഞു, അറിയില്ല. ശരി, എങ്കിൽ ഏറ്റു എന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ അനുവാദം കൊടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം അറിഞ്ഞാൽ ഇത് അനുവദിക്കില്ല. അത്ര സത്സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. ആരും അറിഞ്ഞില്ല. ആ സമയത്ത് ഇദ്ദേഹം തിരുവനന്തപുരത്തു നിന്ന് വരികയാണ്. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെയല്ല, പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൂക്കിയിരുന്ന സഞ്ചിയിൽ 4 മന്മൽ മുണ്ട് വാങ്ങിച്ച് കാഷായ വസ്ത്രം ഡൈ ചെയ്ത് കയ്യിൽ തൂക്കിയിരിക്കുകയാണ്, 4 എണ്ണം. എന്നോടൊപ്പം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ബ്രഹ്മചാരിയും ഉണ്ടായിരുന്നു, പന്തളത്തുള്ളത്. എന്നോടൊപ്പം വരികയാണ്. പലപ്പോഴും അദ്ദേഹവുമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ സമയത്തും ഞാനിങ്ങനെ ഇതിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും വരികയാണ്. അപ്പോൾ എൻ്റെ കൂടെ അപ്പോൾ അദ്ദേഹവും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 4 കാഷായ വസ്ത്രം ഡൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്, വെള്ളത്തുണി കാഷായ വസ്ത്രമാക്കിയത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കയ്യിൽ എൻ്റെ കയ്യിൽ ആത്മലിംഗമുണ്ട്. ഞാൻ 10-30 കൊല്ലമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ ഇതുപോലെയുള്ള സത്സംഗം നിരന്തരം 35-40 കൊല്ലം തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ആത്മലിംഗം വന്നെത്തി. ചക്കടാവക്കട എന്ന് പറയുന്ന ഒരാൾ ഒരു ആത്മലിംഗം കൊണ്ടുവന്നു. ആത്മലിംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുക്ക് ഒരു ദണ്ണുണ്ടാകും. ആ ദണ്ണ് വളർന്ന് മുത്തായിട്ട് പുറത്തു വരും. നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം നമ്മളവിടുത്തെ സത്സംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയണം. ഞാനിങ്ങനെ രാത്രി മുഴുവനും അലഞ്ഞു നടക്കുന്ന കൂട്ടത്തിലാണ്. ഇതുവഴിയൊക്കെ നടന്നിട്ടുണ്ട്. ഈ റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് ഒരു റോഡ് പോകുന്നില്ലേ, നേരെ അങ്ങനെ പോയാൽ ഉള്ളൂർ ജംഗ്ഷനിലൊക്കെ ചെന്ന് കയറും. അങ്ങനെ ഈ ക്രോസ് ചെയ്ത് ഈ റോഡും ക്രോസ് ചെയ്ത് അങ്ങോട്ടും പോകും സൈക്കിളിൽ. ഇങ്ങനെ രാത്രി മുഴുവനും ജപത്തിൻ്റെ എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ട് 1,00,000 എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ, ആ മന്ത്രം തികയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാത്രി മുഴുവനും സൈക്കിളിൽ സഞ്ചാരമാണ്. അപ്പോൾ സെക്രട്ടറിൻ്റെ മുമ്പ് രാത്രി 1 മണിക്കും 2 മണിക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം അവിടെ ഒരു അവധൂതൻ പരിചയപ്പെട്ടു. അവധൂതനുമായിട്ട് ഞങ്ങൾ രാത്രി 1 മണി 2 മണിക്ക് ആ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ, ആ ക്ലോക്കിൻ്റെ മുമ്പിൽ, ആ വേലി ഫെൻസിൻ്റെ തിണ്ണയിൽ കയറി ഇരിക്കും, വെളിയിൽ റോഡിൽ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്നതിന് ഒരു അടുക്കും ചിട്ടയും ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കല്ല് വരും, വാങ്ങണ്ട. അപ്പോൾ ഞാൻ എന്താ, വാങ്ങിയ ക്ഷേത്രം പണിയണം, അതുകൊണ്ട് കല്ല് വാങ്ങണ്ട. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കണ്ടപ്പോൾ എന്താ, കല്ല് വരും, വാങ്ങ് എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ വാങ്ങിയാൽ ക്ഷേത്രം പണിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സാക്ഷിയാകാൻ വേണ്ടിയിട്ട് ഹിമാലയത്തിലേക്ക് പോവുകയാണ്. ശരീരം വെടിയുന്ന ആ ഗുരുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും, ആത്മലിംഗവുമായിട്ട് സംസാരിക്കും. എന്നാൽ നിന്നെ കൂടെ ഹിമാലയത്തിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ആത്മലിംഗവും എടുത്ത് ഞാൻ കൊണ്ടുപോവുകയാണ് ഹിമാലയത്തിലേക്ക്. അപ്പോൾ അതും കൂടെ ഉണ്ട്. അപ്പോൾ വായന തുടങ്ങി വായന തുടങ്ങി 7ാമത്തെ ദിവസമല്ല, 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ തുടക്കം മുതൽ തന്നെ ഒരു ക്ഷേത്രം പണി ആരംഭിച്ചു.
ആദ്യ ദിവസം മുതൽ തന്നെ ആ അദ്ദേഹത്തിൻ്റെ പരങ്ങസ്വാമിയുടെ ആശ്രമത്തിൻ്റെ മുമ്പിൽ ഒരു ക്ഷേത്രം പണി ആരംഭിച്ചു. 6-ാം ദിവസമായപ്പോൾ അതിൻ്റെ അടിത്തട്ടൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ആത്മലിംഗമുണ്ട് എന്നുള്ള കാര്യം ഞാൻ അവിടെ എഴുന്നള്ളിച്ചു. നേരത്തെ തന്നെ ആത്മലിംഗം കയ്യിലുണ്ട് എന്നുള്ളത്. അപ്പോൾ 6-ാമത്തെ ദിവസം അങ്ങാണ്ടും അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. സ്വാമി എന്നെ വിളിച്ചു. ആത്മലിംഗം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആത്മലിംഗം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ എൻ്റെ കാറ്റ് പോയി. ആത്മലിംഗം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്തിനാണ്? അതിവിടെ പ്രതിഷ്ഠിക്കണം. എനിക്കൊട്ടും മനസ്സില്ല, കൈ കിട്ടിയിരിക്കുന്ന ആത്മലിംഗം എങ്ങനെയാണ് കളയുന്നത്? എടുത്തുകൊണ്ട് വന്നു. ആ ക്ഷേത്രത്തിൽ ആ ആത്മലിംഗം വെച്ച് ആണ് ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്നത്. ശിവലിംഗത്തിനടിയിൽ ആ ആത്മലിംഗം. നോക്കൂ, ആ അവധൂതൻ പറഞ്ഞത് കല്ല് വാങ്ങിച്ചാൽ ക്ഷേത്രം പണിയണം. നമ്മളൊന്നും അറിഞ്ഞില്ല, ആ കല്ല് ആ ക്ഷേത്രത്തിൻ്റെ അടിയിൽ. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, നമ്മളറിയാതെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും. 7-ാമത്തെ ദിവസമായപ്പോൾ സന്യാസം. ഞങ്ങൾക്ക് എന്നോടൊപ്പം വന്ന രാധാകൃഷ്ണനും സന്യാസം കാഷായ വസ്ത്രം തന്ന് ഞങ്ങൾ ഗംഗയിൽ പോയി നഗ്നരായിട്ട് കുളിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നു. 2 പേർക്കും ആ 4 കാഷായ വസ്ത്രങ്ങൾ 2 പേർക്കായിട്ട് വീതിച്ചു. ഞങ്ങൾ 2 പേരും സന്യാസിമാരായിട്ട് അവിടെ എല്ലാ ചടങ്ങുകളോടും കൂടി ഒരു സന്യാസത്തിന് വേണ്ടുന്ന എല്ലാ ചടങ്ങുകളും ഹിമാലയത്തിൽ വെച്ച് ഗംഗോത്രിയിൽ വെച്ച് നടക്കുക എന്ന് പറയുന്നത് അത്യത്ഭുതകരം. അതാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ നടന്നിരിക്കും. അദ്ദേഹം രാജേശ്വരാനന്ദ സരസ്വതി, എൻ്റെ കൂടെ വന്നയാൾ, ഇന്ന് ആരോ ചോദിച്ചു വണ്ടിയിൽ വന്നപ്പോൾ, ആരാ? രാജേശ്വരാനന്ദയെ കാണാനുണ്ടോ എന്ന്. അദ്ദേഹം മിക്കവാറും ഗുരുവായൂരാണ് താമസിക്കുന്നത്. ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ കാണാറുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന പേര് ദുർഗാനന്ദ സരസ്വതി. ഇത് 1991 സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ സ്കൂളിലാണ്, ലീവെടുത്ത് പോയിരിക്കുകയാണ്. ലീവ് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ സന്യാസിയായിട്ടാണ് പോകുന്നത്, കാഷായ വസ്ത്രധാരിയായിട്ടാണ് പോകുന്നത്. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. കാരണം എന്താ? അതിനു മുമ്പ് തന്നെ ഈ അറിവിലേക്ക് നമ്മൾ ഉണർന്നിരുന്നു. രാമകൃഷ്ണദേവനിലൂടെ, വിവേകാനന്ദനിലൂടെ. സ്വാമി വിവേകാനന്ദൻ്റെ ആ വിവേകാനന്ദ സാഹിത്യ സർവസ്വം 7 വോള്യങ്ങൾ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് 9 ആയിട്ടുണ്ട്. ആ 7 വോള്യങ്ങളും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിംഹതുല്യ പരാക്രമിയായിത്തീരും. ഒപ്പം അതിലൂടെയാണ് രാമകൃഷ്ണദേവനെ കിട്ടുന്നത്. രാമകൃഷ്ണദേവനിലൂടെ അതിനെ മാസ്റ്റർ മഹാശയനെ നമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഒരു അധ്യാപകനായിരുന്നു. ആ മാസ്റ്റർ മഹാശയനാണ് രാമകൃഷ്ണദേവൻ്റെ ശിഷ്യൻ. യഥാ തഥാ രാമകൃഷ്ണ വചനാമൃതം അവതരിപ്പിച്ചിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത് എല്ലാം അതിമനോഹരമായിട്ട്. നിങ്ങളും വായിച്ചുള്ളൂ രാമകൃഷ്ണ വചനാമൃതം. നിങ്ങൾക്ക് ആ ആത്മസത്യത്തിലേക്ക് ഉണരാൻ സാധിക്കും. മറ്റൊന്നുമല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നു, കുട്ടിക്കാലത്ത് തന്നെ കല്യാണം കഴിച്ചിരുന്നു. പക്ഷേ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അവസാനം അദ്ദേഹം ദക്ഷിണേശ്വരത്ത് ഭ്രാന്താവസ്ഥയിൽ കഴിയുന്നു എന്ന് ഭാര്യ അറിഞ്ഞ് ഭാര്യ അവിടുന്ന് വന്ന് അദ്ദേഹത്തോടൊപ്പം താമസിക്കാനായിട്ട് അനുവാദം ചോദിച്ചു. ഞാനിവിടെ എവിടെങ്കിലും കഴിഞ്ഞുകൊള്ളാം, എനിക്ക് അദ്ദേഹത്തെ അങ്ങയെ പരിചരിക്കാനുള്ള അനുവാദം മാത്രം തരണം, ആഹാരം പാകം ചെയ്ത് തരാൻ ഉള്ള അനുവാദം മാത്രം തരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തോടൊപ്പം വന്ന് താമസിച്ചു ശാരദാദേവി. ഞാൻ ഓർക്കുന്നു വിവേകാനന്ദ സ്വാമി, രാമകൃഷ്ണദേവൻ്റെയും വിവേകാനന്ദ സ്വാമികളുടെയും ശാരദാദേവിയുടെയും 3 ചിത്രങ്ങൾ എനിക്ക് പാളയത്ത് നിന്ന് വാങ്ങാൻ കണ്ടു. അതിൽ അന്ന് ഞാൻ വാങ്ങിച്ചത്
രാമകൃഷ്ണദേവൻ്റെയും വിവേകാനന്ദൻ്റെയും മാത്രം ആ 2 ചിത്രങ്ങളാണ്. അന്ന് എല്ലാ ആഴ്ചയിലൊരിക്കൽ പാളയത്ത് ഹനുമാൻ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് സത്സംഗം നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ സത്സംഗത്തിലേക്ക് അവിടുന്ന് ഈ 2 പുസ്തകങ്ങൾ 2 പടങ്ങളും കെട്ടിക്കൊണ്ട് പോയി അന്ന് ഇരുന്നപ്പോൾ ഞാൻ അവിടെ വെച്ച് കാണിച്ചു. അത് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശാരദാദേവിയുടെയും കൂടെ ചിത്രം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല, വാങ്ങാൻ തോന്നിയില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സത്സംഗം കേട്ടുകൊണ്ടിരുന്ന ഒരാൾ, ആ പടം ഇപ്പോഴവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടാവും എന്ന് പറഞ്ഞ് ആ അംഗം അവിടെ പോയി ആ പടം വാങ്ങിച്ച്, അത് ഇപ്പോഴുണ്ടോ? അവിടെ ഉണ്ട്. അത് അവരാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എല്ലാ ദിവസവും ആ പടം കാണുമ്പോൾ നിങ്ങളെ ഓർക്കും, ശാരദാദേവി അവിടെയുണ്ട്, കൊള്ളാം. നമുക്കത് പോയി വാങ്ങിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖമൊന്നുമില്ല. അതൊക്കെ വിധിക്കപ്പെട്ടിരിക്കുന്നതിനനുസരിച്ച് വിധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്കത് രണ്ടുമായിരുന്നു. ആ സമയത്ത് നമ്മൾ അതിലാണ് ഭ്രമിച്ച് നിൽക്കുന്നത്. അങ്ങനെ സന്യാസം സ്വീകരിച്ചു, സന്യാസിയായി. അപ്പോൾ ഓഷോ പറയാറുണ്ട്, ഒരാൾ സന്യാസം വാങ്ങാനായിട്ട് ഓഷോയുടെ സമീപത്തേക്ക് വന്നു. സന്യാസം വാങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു കണ്ടീഷൻ, സന്യാസം വാങ്ങാൻ കണ്ടീഷനും, ഞാൻ പകൽ കാഷായം ഉടുക്കില്ല, രാത്രി മാത്രമേ ഉടുക്കൂ. ഇതാണ് കണ്ടീഷൻ, ഇതാണ് ആളുകളുടെ മനോഭാവം. ഞാൻ കാഷായം ഉടുത്തുകൊണ്ട് നേരെ സ്കൂളിലേക്ക് ഇറങ്ങി. ആരും എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. ഈ വേഷത്തിൽ സ്കൂളിൽ ഇറങ്ങിയപ്പോൾ എന്തിന് ഈ വേഷം ഇട്ടുകൊണ്ട് വന്നു ഇന്നുവരെ ആരും ചോദിച്ചിട്ടില്ല. എനിക്കൊന്നും തടസ്സമല്ല, ഒന്നും തടസ്സമല്ല. കാരണം അതിന് മുമ്പ് തന്നെ ആത്മബലം നേടിയിരുന്നു. സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു. എപ്പോൾ മുതലാണ് ആ ഒരുക്കം തുടങ്ങിയത്? 1964 ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഭരതന്നൂരിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യാൻ പോയപ്പോൾ 1.5 കൈയുള്ള ഒരാൾ, നമ്മുടെ ഗോവിന്ദസ്വാമിയെ പോലെയുള്ള 1.5 കൈ മാത്രമുള്ള ഒരു ആളുമായിട്ട് പരിചയപ്പെട്ടു. ഭരതന്നൂരിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ആ അരക്കൈയിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, മറ്റേ കയ്യിൽ ബീഡിയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പുസ്തകം ഒന്ന് നോക്കാൻ ചോദിച്ചു. നിങ്ങളെപ്പോലുള്ളവർക്ക് വായിക്കാനുള്ള പുസ്തകമല്ല ഇത്, എന്നാലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് തരാൻ മടിച്ചു, എങ്കിലും ഞാൻ പിടിച്ചു വാങ്ങിച്ചു. നോക്കിയപ്പം വിവേകാനന്ദ സാഹിത്യ സർവസ്വം. അവിടുന്നാണ് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലേക്ക് ഞാൻ കടക്കുന്നത്. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 1ാമത്തെ വോള്യം വായിച്ച് തീർന്നപ്പോൾ ഉപനിഷത്തുകളുടെ ഒരു ശേഖരം തന്നെ എൻ്റെ മുമ്പിലെത്തി. കാരണം ആ 1ാമത്തെ വോള്യത്തിൽ ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, ഒപ്പം പാതഞ്ജലയോഗം, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഉപനിഷത്ത് മന്ത്രങ്ങളെല്ലാം ഞാൻ ശേഖരിച്ചു. ആ ഉപനിഷത്തുകളെ, ഏതെല്ലാം ഉപനിഷത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ആ ഉപനിഷത്തുകളെല്ലാം വാങ്ങിച്ചു. പട്ടിണിയാണ് നമുക്ക്, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല, പട്ടിണി കിടന്ന്. ആ സമയത്തൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്ന എവിടെയാണെന്നറിയാമോ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊടുക്കുന്ന പടച്ചോറ് വാങ്ങിക്കും, പോയി കഴിക്കും. പകുതി ഉച്ചയ്ക്കുണ്ണും, പകുതി രാത്രിയിലേക്ക് വയ്ക്കും. അന്ന് 25 വയസ്സോ 20 വയസ്സോ എങ്ങാണ്ടേ ഉള്ളൂ ആ കാലഘട്ടം. പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ഈ എനിക്ക് കിട്ടുന്ന പൈസയിൽ വീട്ടിലെ ആവശ്യങ്ങൾ നോക്കിയിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നോക്കിയിരുന്നു. ഒപ്പം ഈ ഉപനിഷത്തുകൾ വാങ്ങുന്ന നിലയിലേക്ക് എനിക്ക് ഒരുപാട് ചെലവുകൾ, പുസ്തകങ്ങൾ എല്ലാം വാങ്ങിച്ചു.
എല്ലാം വാങ്ങിച്ച് അതിൻ്റെ മൂട്ടിലിരുന്ന് സർവ്വ മന്ത്രങ്ങളും ശേഖരിച്ച് ആ മന്ത്രങ്ങളുടെ ഒരു കോശം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ തന്നെ പറയും, നമ്പരാണ് പറയുന്നത്. ഒരു നമ്പർ പറയൂ. 1933. ഉടനെ നമ്മുടെ പുസ്തകം എടുക്കും, ഡയറി എടുക്കും. 1933 മന്ത്രം. എന്താ മന്ത്രം? നായമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയ ന ബഹുനാ ശ്രുതേന യമേവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനും സ്വാം. ആ മന്ത്രമായിരിക്കും 1935 38 എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കപ്പെടും. ഇതാ ഇവിടെ ഇരിക്കുന്ന ആൾ, ഇതൊക്കെ സത്യമാണ്. ഈ പറഞ്ഞതിലൊന്നും അസത്യമായിട്ടില്ല. ആ മന്ത്രകോശം ഒക്കെ നമുക്ക്, ഇതൊക്കെ സന്യാസത്തിന് മുമ്പേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നു വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പറയാൻ വന്ന കാരണം എന്താണ്? അലാറം അടിക്കുന്നു, പുതപ്പിനടിയിൽ തന്നെ കണ്ണ് മടച്ചു കിടക്കുന്നു, കണ്ണ് തുറന്ന് എഴുന്നേൽക്കുന്നില്ല. അതുപോലെ ആണോ നിങ്ങളും? ഈ കേട്ടുകൊണ്ട് എന്നിലെ ഞാനല്ല, ഈ നാമരൂപധാരിയായ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ, ആ ആത്മചൈതന്യം, ആ സാക്ഷി സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധവാനായി ആ ബോധനിലയിലേക്ക് തൻ്റെ ശ്രദ്ധയെ സദാ ഉണർത്തി നിർത്തണം. സദാശിവമായിരിക്കുക. സദാശിവം. സ്വയം പേര് മാറ്റിക്കോളൂ. ഇനി മുതൽ ഞാൻ സദാശിവം. സ്ത്രീയാണെങ്കിലും ശിവം, മംഗളസ്വരൂപം, സദാശിവം. ഞാൻ ഇനി മുതൽ സദാശിവം എന്ന ഭാവത്തിൽ, സദാ ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ ഉയർത്തിക്കൊണ്ടിരിക്കുക. ശ്രദ്ധാവാൻ ബലവാൻ ഭവതി യോ യശ്രദ്ധ സ ഏവ സഹ. എന്തുകൊണ്ടാണ് പറയുന്നത്? എനിക്കതിന് സാധിച്ചു. എനിക്കതിന് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും, എല്ലാവർക്കും സാധിക്കും. അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ വ്യത്യാസമില്ല. സർവ്വ ആളുകൾക്കും മനുഷ്യ ശരീരത്തിലായിരിക്കണം. എന്തുകൊണ്ട്? തിരിച്ചറിവ് മനുഷ്യ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള അവസരത്തിലാണ് നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പാഴാക്കി കളയാതിരിക്കുക. എപ്പോഴാണ് പിടി വീഴുന്നത്? ആരുടെ പിടി? മറ്റവൻ്റെ പിടി. യോഗശിഖോപനിഷത്തിൽ പറയുന്നു, ദേഹാവസാന സമയേ ചിത്തേ യത് യത് വിഭാവയേൽ. ദേഹാവസാന സമയേ, എല്ലാവരും ഒരു കിടപ്പുണ്ടല്ലോ അവസാനം, അല്ലേ? ഞാൻ കിടക്കൂല എന്ന് ചിലരൊക്കെ മനസ്സുകൊണ്ട് വിചാരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ കർമ്മഫലാനുസാരം. ആ കിടക്കുന്ന അവസരത്തിൽ നമ്മൾ ഇതപര്യന്തം ചെയ്തിട്ടുള്ള സർവ്വകർമ്മങ്ങളും നമ്മുടെ മുമ്പിൽ കൂടി ഇങ്ങനെ ഒരു സ്ക്രീനിൽ എന്നതുപോലെ തെളിഞ്ഞുകൊണ്ടിരിക്കും. ഓ, ഇതൊക്കെ ഞാൻ ചെയ്തതാണോ? അപ്പോഴാണ് കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. അതിൻ്റെ എല്ലാം ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ കിടപ്പ് വരുന്നതിന് മുൻപ്, ആ കിടപ്പുണ്ടാകുന്നതിന് മുൻപ്, ആരോഗ്യമുള്ള സമയത്ത് ഓരോരുത്തരും തന്നെ ആ സ്വരൂപത്തിലേക്ക്, തന്നിലെ ആത്മസ്വരൂപത്തിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പുനർജന്മമുണ്ടാവില്ല. ഞാനെന്ന് പറയുന്നത് ഈ കിടക്കാൻ പോകുന്ന കുട്ടപ്പനല്ല. കിടന്നേ ഒക്കൂ. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള അറിവ് നേടിയാലും കിടക്കാനുള്ളത് കിടന്നേ ഒക്കൂ. പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീർക്കണം. എന്നാൽ ആ കിടക്കുന്നതിന് മുൻപ്, ആരോഗ്യമുള്ള സമയത്ത്, ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ കൂടിയും എല്ലാ ശരീരത്തിൽ കൂടിയും കടന്നു പോകുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ സർവേശ്വര ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ഭാവത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, അവനാണ് അതിൽ ബലവാനായിത്തീരുന്നത്.
ശരീരം വെടിയുന്ന സമയത്തും ഞാൻ പറഞ്ഞില്ലേ, സൈക്കിളിൽ കൂടെ ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ആ ഭാവം മനസ്സിൽ നിർത്തിക്കൊണ്ടാണ് പോകുന്നത്. നടു റോഡിൽ കൂടെ പോകൂ. അന്ന് ഇത്രയും വാഹനമൊന്നുമില്ല, വണ്ടിയൊക്കെ വേണമെങ്കിൽ ഒഴിഞ്ഞു പൊക്കോണം, വേറെ ചിന്തയൊന്നുമില്ല. അന്ന് റോഡിൽ ആളുകളൊന്നുമില്ല. എത്ര 60കളിൽ വളരെ കുറച്ചേ ഉള്ളൂ ആളുകൾ. അതാണ് ഇവിടെ പറയുന്നത്, ദേഹാവസാന സമയേ ചിത്തേ യദ് യദ് വിഭാവയേത്. ആ അവസാന കാലത്ത്, ആ കിടപ്പ് സമയത്ത് ഈ ഭാവം ഞാൻ ആ സാക്ഷി ചൈതന്യമാണ് എന്ന ബോധത്തിൽ ഉറപ്പ് നേടിയ ആൾ ആ സാക്ഷി ചൈതന്യത്തെ മാത്രമേ കാണൂ. ബാക്കിയെല്ലാം അയാളിൽ നിന്ന് അടർന്നു പോയിരിക്കും. കാരണം ജീവിതകാലം മുഴുവനും ഇതിനെ തന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു, ഒന്നിൽ നിന്നും ഒഴിയാതെ. അതാണ് ഭാര്യയെ കളയേണ്ട, മക്കളെ കളയേണ്ട, കുടുംബം കളയേണ്ട, ബി വിത്ത് എവ്രിതിങ്. എല്ലാത്തിൻ്റെയും നടുവിലിരുന്നു കൊണ്ട് അറിവ്. അതാണ് ഭഗവത്ഗീതയിൽ പറയും, ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ജ്ഞാനം, ആ അറിവ് നേടുന്നവനാണ് എന്നെ പ്രാപിക്കുന്നത്. ആ അറിവാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദേഹാവസാന സമയേ ചിത്തേ യദ് യദ് വിഭാവയേൽ തത്തദേവ ഭവേത് ജീവ ഇത്യേവം ജന്മകാരണം. പുനർജന്മമുണ്ടാകുന്നതിന് കാരണം അതാണ്. അവസാന കാലത്ത് ഏത് ഭാവത്തിലാണോ നിങ്ങൾ കിടക്കുന്നത്, ഏത് ഭാവത്തിലാണോ നിങ്ങൾ കഴിയുന്നത്, ആ ആത്മചൈതന്യത്തെക്കുറിച്ച് ബോധവാനായി കിടക്കുന്നതിന് മുൻപ് അതിൽ ബലം നേടിയവൻ സദാസമയവും ആ ആത്മഭാവത്തിൽ തന്നെ തന്നിൽ ലീനനായിരിക്കും. തൻ്റെ ചിന്ത അതുമാത്രം, ബാക്കിയെല്ലാം ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവനും ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. എല്ലാത്തിലും തന്നെ തന്നെ കാണണം. അതാണ് സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. ആ ആത്മചൈതന്യത്തിൽ ബോധവാനായി കഴിയുമ്പോൾ പിന്നെ അവൻ എല്ലാത്തിലും ആത്മാവിനെ മാത്രമേ കാണുകയുള്ളൂ, ആത്മചൈതന്യം മാത്രം. സന്യാസവേഷം മാത്രം ഇട്ടുകൊണ്ട് നടന്നാൽ മോക്ഷം കിട്ടുകയില്ല. സന്യാസിയായ എല്ലാവർക്കും മോക്ഷമൊന്നും കിട്ടുകയില്ല. ഈ അറിവിലേക്ക് ആരാണോ ഉയരുന്നത് അവൻ സന്യാസി അല്ലെങ്കിലും അവന് പുനർജന്മമില്ല. മോക്ഷമെന്ന് പറയുന്നത് എന്താണ്? പുനർജന്മരഹിതാവസ്ഥ, ഇനി ജനിക്കാതിരിക്കുന്ന അവസ്ഥ, അതാണ് മോക്ഷം. ഇനി ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണമെങ്കിൽ ആ മരിക്കാതിരിക്കുന്ന വസ്തു തൻ്റെ ഉള്ളിൽ താനായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ ശ്രദ്ധയെ അതുമായിട്ട് യോജിപ്പിക്കണം. ദാറ്റ് ഈസ് കാൾഡ് യോഗ. അല്ല തലകുത്തി നിൽക്കുന്നതൊന്നുമല്ല യോഗ. അതൊക്കെ ശാരീരികമായിട്ടുള്ള എക്സസൈസുകൾ. ജീവാത്മ പരമാത്മനോരൈക്യം യോഗ. എന്നിൽ ജീവഭാവത്തിലിരിക്കുന്ന ഈ ആത്മചൈതന്യം തന്നെയാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യം, ആ പരബ്രഹ്മസ്വരൂപം എന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് തിരിച്ചറിഞ്ഞ് ആരാണോ തൻ്റെ ശ്രദ്ധയെ തന്നിൽ തന്നെ ഇരിക്കുന്ന ആ വസ്തുവുമായിട്ട് യോജിപ്പിച്ച് ആ ഭാവം സദാ നിലനിർത്തുന്നത്, ദാറ്റ് ഈസ് യോഗ. ആ നില നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. അടുത്തത് നമ്മുടെ 100ാമത്തെ പ്രഭാഷണം അടുത്ത ആഴ്ച നടക്കുന്നതായിരിക്കും.